ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഇത് ശരിക്കൊരു ഡ്രീം ട്രിപ്പായിരുന്നു കേട്ടോ. ട്രിപ്പ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് നിന്ന് ഞങ്ങൾ ദുബായിലേക്കാണ് ട്രിപ്പ് പോയത്. ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഈ ട്രിപ്പ് പോയത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 3 മണിക്കൂർ മുന്നേ അവിടെ എത്തണം. 3 മണിക്കൂർ മുന്നേ എത്തുമ്പോൾ തന്നെ അവിടെ ഏകദേശം കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ബോർഡിംഗ് പാസ് എടുക്കലും അതുപോലെ ഇമിഗ്രേഷൻ അങ്ങനെ ചെക്കിങ്ങും എല്ലാമായിട്ട് കുറച്ച് സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായി വരും. ബോർഡിംഗ് പാസ് എടുത്തു, അതുപോലെ ബാഗ് ചെക്കിങ് ഉണ്ടായിരുന്നു. ബാഗ് ചെക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു 25 കിലോ വെച്ചിട്ടാണ് വെയിറ്റ് നമുക്ക് ഏകദേശം അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അതിൽ കൂടുതൽ എക്സ്ട്രാ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനിടയ്ക്ക് തന്നെ നമ്മൾ ബാഗ് ചെക്കിങ്ങും ലഗേജ് എല്ലാം അവിടെ പാക്ക് ചെയ്ത് കൊടുക്കലൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ബാഗ്, അത്യാവശ്യം എന്തെങ്കിലും എസെൻഷ്യൽസ് കയ്യിൽ വയ്ക്കാൻ ചെറിയ ബാഗ് എടുക്കും. പിന്നെ ബാഗ് ചെക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മളത് ചെക്ക് ചെയ്ത് അവിടെ നമുക്ക് ഒന്നുകിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ പറയും. അതല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വെയിറ്റും മെയിനാണ്. പിന്നെ അത് കഴിഞ്ഞ് ബാഗ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ബോർഡിംഗ് പാസ് നമ്മൾ എടുത്ത ശേഷം എമിഗ്രേഷൻ ഏരിയ ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഹാഫ് ആൻ അവർ എക്സ്ട്രാ ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റിംഗ് ഏരിയയിലിരുന്നു. അവിടെ ലോഞ്ച് ഉണ്ടായിരുന്നു. ലോഞ്ച് പറയുമ്പോൾ പക്ഷേ ഞങ്ങൾ 2 പേരിൽ ഒരാൾക്ക് മാത്രമേ ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ പുറത്ത് ഫുഡൊക്കെ കഴിച്ച് അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ടൈം ആയപ്പോൾ ഫ്ലൈറ്റിൽ കയറി. എയർ ഹോസ്റ്റസൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടോ നേരിട്ട് എയർ ഹോസ്റ്റസിനെ കാണുന്നത്. അങ്ങനെ ബോർഡിംഗ് പാസ്സെല്ലാം കാണിച്ച് ഞങ്ങൾ അകത്ത് കയറി. സീറ്റൊക്കെ ബുക്ക് ചെയ്തൊക്കെ കണ്ടുപിടിച്ച് സീറ്റൊക്കെ ഇരുന്നു. എനിക്ക് വിൻഡോ സീറ്റ് എടുക്കാമെന്ന് വളരെ അധികം ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ചേട്ടനോടൊക്കെ അടിയുണ്ടാക്കി വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ കയറി ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയി കുറച്ച് നേരം നിന്നു. അതിനിടയ്ക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. വെജും നോൺ വെജുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. അതിനിടയ്ക്ക് ഡ്രിങ്ക്സും ചെറിയ സ്നാക്കൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് ഏകദേശം 4 മണിക്കൂറാണ് കേട്ടോ ട്രാവലിംഗ് ടൈം വരുന്നത്. അങ്ങനെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര കംപ്ലീറ്റ് ആയി. ഫൈനലി ഞങ്ങൾ ദുബായിലെത്തി. ഇനി ദുബായ് വിശേഷങ്ങളുടെ വീഡിയോകളുമായി ഇനിയും കാണാം. ഓക്കെ, ബൈ.